ഹലോ ഗായ്സ്, ഇത് നിഫ്റ്റി എസ്പയർഡ് ആയിരുന്നു. നിഫ്റ്റി എസ്പയർഡ് ഞാൻ ഒരു ഒറ്റ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ദിവസം പറഞ്ഞാൽ നല്ല അടിപൊളി ഡേയ്സ് ആയിരുന്നു ഇന്ന്. അതായത് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വളർച്ച മാർക്കറ്റായിരുന്നു. താഴോട്ടും മേലോട്ടേക്കായിട്ട് നല്ല രീതിക്ക് മൂവ്മെൻറ്റ്സ് പറഞ്ഞാൽ നല്ല രീതിക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. മേലോട്ടേക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ മൂവ് ചെയ്തിട്ട് ഏറെക്കുറെ 2 മണിക്ക് ശേഷം ഫുൾ അപ്പായിരുന്നു. നല്ല രീതിക്ക് അപ്പായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു 1 ട്രേഡ് മാത്രമേ എടുത്തുള്ളൂ, ഒറ്റ ട്രേഡ്, കൂടുതലൊന്നും എടുത്തില്ല. എനിക്കൊരു ബെയർ ഷൂ ആയിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. കുറച്ച് നല്ല രീതിക്ക് തന്നെ താഴോട്ട് വന്നു. നോർമലി നല്ല രീതിക്ക് ട്രെയിൽ ചെയ്തുകൊണ്ട് മാക്സിമം ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ മാക്സിമം നല്ല രീതിക്ക് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ആ ട്രേഡ് ഞാൻ ഹോൾഡ് ചെയ്തതിന് പുറത്ത് എനിക്ക് കുറച്ച് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തു. ആ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് അടിച്ചത് കുറച്ച് ലോസിലായിപ്പോയി. ചെറിയ ലോസ് ഞാൻ പിന്നെ എടുക്കാമെന്നില്ല. വളരെ ചെറിയ ലോസ് പറഞ്ഞാൽ വളരെ ചെറിയ ലോസാണ്. വെറും 1600 രൂപ ലോസ് ഉണ്ടായിട്ടുള്ളൂ. ചെറിയ ലോസാണ്, ഈസി ലോസ്, സിമ്പിളായിട്ട് ലോസാണ്. ഞാൻ എൻ്റെ എടുത്ത ടൈം ഞാൻ എടുക്കാനുള്ള കാരണം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ അടുത്ത് ജസ്റ്റ് 2 ലോട്ടായിട്ട് ആവറേജിങ് ആയിരുന്നില്ല, ഇത് പിരമിഡിങ് ആയിരുന്നു. ഒരു ഡൗൺ ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പിരമിഡിങ് ചെയ്തത്. ജസ്റ്റ് ഞാനൊരു 10-17 എൻട്രി എടുത്തത്. പിന്നെ ഒരു 10-34 ഏറെക്കുറെ കുറച്ച് നേരം ഹോൾഡായിട്ട് ആണ് എക്സിറ്റ് അടിച്ചത്. ഫസ്റ്റ് എൻട്രി എടുത്തത് ഞാൻ ഈ ഒരു പൊസിഷനാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ വളരെ ക്ലിയർ പൊസിഷനായിരുന്നത്. നല്ല പൊസിഷനായിരുന്നു. ഈ ഒരു പൊസിഷൻ എൻട്രി എടുത്ത് കൃത്യം 10-24 എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പൊസിഷനാണ്. അതെ, 10-17 ആ ഒരു താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. 2 ലോട്ട് എൻട്രി. ഞാനൊരു സ്റ്റോപ്പ് ലോസ് ഉദ്ദേശിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. സപ്പോർട്ടും ഓപ്പണിംഗ് റേഞ്ച് ലോയും ഉണ്ടായിരുന്നു. 278-80 ഏറെക്കുറെ മേലോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കാം. മേലോട്ട് പോയി കഴിഞ്ഞാൽ ആവറേജ് ചെയ്യാമെന്ന് വിചാരിച്ച് മേലോട്ട് പോകുന്നവരും ബട്ട് മേലോട്ട് പോയില്ല അധികം. അതുകൊണ്ട് തന്നെ എനിക്ക് ആവറേജ് ചെയ്യാൻ പറ്റിയില്ല. ഏറെക്കുറെ എൻട്രി എടുത്ത ഉടനെ തന്നെ പ്രോഫിറ്റ് ആയിരുന്നു. പിന്നെ ഞാനത് ആവറേജ് ചെയ്ത പൊസിഷൻ അല്ല, പിരമിഡിങ് ചെയ്ത പൊസിഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആവറേജിങ് അല്ല ഞാൻ ചെയ്തിട്ടുള്ളത്, പിരമിഡിങ് ആണ് ചെയ്തിട്ടുള്ളത്. ആവറേജിങ് എന്ന് പറയുമ്പോൾ ലോസ് വരുമ്പോൾ ചെയ്യുന്നതാണ് ആവറേജിങ്. അല്ലാത്ത പക്ഷം ചെയ്ത പിരമിഡിങ് ആണ്. ഞാൻ പിരമിഡിങ് ചെയ്യുന്നത് ഏറെക്കുറെ 10:30 ക്ലിയറായിട്ട് ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ പിരമിഡിങ് ചെയ്ത് എൻട്രി എടുക്കാനുള്ള കാരണം. ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ നല്ല രീതിക്ക് വളരെ നല്ല രീതിക്ക് അത് ക്ലിയറായിട്ട് ഡൗൺ ആയിട്ട് വരുന്നു. വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് വരുന്നു, വീണ്ടും താഴോട്ട് വരുന്നു. കൃത്യമായിട്ട് അതും കറക്റ്റ് തന്നെയായിരുന്നു. പിരമിഡിങ് ചെയ്ത പൊസിഷനും വളരെ ക്ലിയർ ആയിരുന്നു. കുറച്ച് മേലോട്ട് പോയെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല, ലോസ് വന്നില്ല. ഒറ്റയടിക്ക് വന്നു. ഏറെക്കുറെ നമുക്ക് നല്ല പ്രോഫിറ്റൊക്കെ വന്നതാണ്. ഞാനപ്പോൾ വീണ്ടും താഴോട്ട് നേരത്തെ ഉണ്ടാക്കിയ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും ഞാൻ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് 200 EM സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തു ക്ലോസിങ് കിട്ടുന്നവരെ. ബട്ട് ചെറിയൊരു രീതിക്ക് ക്ലോസിങ് കിട്ടി. എനിക്ക് അപ്പുറം താഴോട്ട് വരുന്നതുകൊണ്ട് ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു. വീണ്ടും താഴോട്ട് വന്നു. എനിക്കപ്പോൾ ബുക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ എൻ്റെ ഒരു ടാർഗറ്റ് വെച്ചത് 22,000 ഞാൻ 22,000 ഏറെക്കുറെ 22,000 എത്തുന്ന എനിക്കൊരു വ്യൂ ഉണ്ടായിരുന്നു. ബട്ട് എത്തിയില്ല. വീണ്ടും അത് മേലോട്ട് പോയി, നല്ല രീതിക്ക് തന്നെ മേലോട്ട് പോയി. ഏറെക്കുറെ ഈ ഒരു പൊസിഷൻ എത്തുമ്പോഴാണ് ഞാൻ എക്സിറ്റ് അടിച്ചത്. ക്ലിയർ ആയിട്ട് ഈ ഒരു ക്യാൻഡിലാണ് എക്സിറ്റ് അടിച്ചത്. വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒറ്റയടിക്കായിരുന്നു പോക്ക്. ബട്ട് പോയി കഴിഞ്ഞിട്ട് വീണ്ടും നല്ല രീതിക്ക് തന്നെ താഴോട്ട് അടിച്ച് നല്ല രീതിക്ക് തന്നെ അടിച്ച് വന്നു. ഞാൻ ഉദ്ദേശിച്ച പൊസിഷൻ്റെ അത്ര എത്തിയില്ല, ടാർഗറ്റ് അത്ര എത്തിയില്ല. ഏറെക്കുറെ 22.50 വരെയൊക്കെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അതും നല്ല രീതിക്ക് ഒരു ബുള്ളിഷ് മൊമെൻറ്റ്സ് കിട്ടിയത്. വളരെ ക്ലിയർ ട്രേഡായിരുന്നു. വളരെ ക്ലിയറാണ്. ഡൗൺ ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തു. സ്റ്റോപ്പ് ലോസ് കുറച്ച് മേലോട്ട് പോയി എക്സിറ്റ് അടിച്ചു. ഞാനത് നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയ ട്രേഡായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ലോസ് ചെറുതാണ്, ബട്ട് കുഴപ്പമില്ല. നമുക്ക് ഏറെക്കുറെ 8,000 പ്രോഫിറ്റ് വന്നതാണ്. നമ്മളിതിനേക്കാളും നല്ല പ്രോഫിറ്റ് ഉദ്ദേശിച്ചത് കൊണ്ട് നമുക്ക് ഈ ലോസ് അക്സെപ്റ്റ് ചെയ്യാം. നമുക്കൊരു 2-3 ദിവസം ഫുള്ളായിട്ട് റൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ചായിട്ട് ചെറിയ പോയിൻറ്റ്സ് എടുക്കുന്നൊരു ശീലം തുടങ്ങിയതിൻ്റെ പുറത്ത് എനിക്ക് നല്ല രീതിക്ക് എന്താ പറയുക, എൻ്റെ മൈൻഡിനെ ബാധിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ പഴയ പോലെ തന്നെ നല്ല രീതിക്ക് നല്ലൊരു ട്രേഡ്, അതായത് നല്ല മാക്സിമം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരു 2-3 മന്ത്ലി 2-3 ട്രേഡ്സ് നമുക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് ആയാൽ തന്നെ നമ്മൾ ഓവറോൾ നല്ല അടിപൊളി പ്രോഫിറ്റ് ആകും. അപ്പോൾ അങ്ങനത്തെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റും. അങ്ങനത്തെ ട്രേഡ്സിൽ ഒരുപാട് വ്യൂകൾ കിട്ടും, സ്കാലപ്പ് ചെയ്യാനുള്ളതും എല്ലാം കിട്ടും. നല്ല അടിപൊളിയായിട്ട് ട്രേഡ് എടുക്കാൻ ഇങ്ങനെ ട്രേഡ് എടുക്കുന്ന നല്ല അടിപൊളിയാണ്. ഹോൾഡ് ചെയ്യുമ്പോൾ, അതായത് ഹോൾഡ് ചെയ്യും തോറും നമ്മുടെ ഒരു ഇമോഷൻസും കൂടെ അതിൽ ഇൻക്ലൂഡ് ആവുകയാണ്.
കൃത്യമായ പ്ലാനും അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതാണെന്ന് നോക്കി ഇന്നലെ ഞാനത് ചെയ്തിട്ടുള്ളത്, നല്ല ശീലമുള്ള ആളുമാണ്. ബട്ട് ഇപ്പോൾ കുറച്ചായിട്ട് സ്കാൽപ്പിങ് ചെയ്ത് നമ്മളത് വിട്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ ശ്രമിക്കുകയാണെന്നല്ല, തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി മുതൽ. അതിന് പുറത്ത് നമുക്ക് ചെറിയ നല്ല പ്രോഫിറ്റ് പോയാലും നമുക്ക് പ്രശ്നമില്ല. പിന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും പ്രശ്നമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് മസ്റ്റായിട്ട് വേണം. നല്ല ക്ഷമ വേണം, എല്ലാം. അതായത് ക്ഷമ, നല്ല പോയ പൊക്കോട്ടെ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ്, നല്ല ട്രെയിലിങ്. അതായത് പ്രോഫിറ്റ് കാണുമ്പോൾ ലോസ് കാണുമ്പോൾ നമ്മൾ ഫിയർ ഇല്ലാതെ, പേടിയില്ലാതെ കൃത്യമായിട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ടാക്കാൻ നമുക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്താൽ പറ്റും. നല്ല അടിപൊളിയായിട്ട് തന്നെ പറ്റും. നല്ല ട്രെൻഡിങ് ഡേയ്സ് നമുക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ നല്ല നൈസായിട്ട് പ്രോഫിറ്റ് ഉണ്ടാകും. ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ഏറെക്കുറെ ഒരേപോലെയാണ് പോയിരിക്കുന്നത്. നാളെ മിക്കവാറും നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. എൻ്റെ റിവ്യൂവിൽ അപ് ട്രെൻഡിൽ ഒരു കൺസൾട്ടേഷൻ മേലോട്ട് മൂവ്മെൻറ്റ്സ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇന്നത്തെ ട്രേഡ് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയ ട്രേഡായിരുന്നു. ലോസ് ആണെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിട്ടുണ്ട്. കാരണം കുറേ കാലം ശേഷമാണ് ഇങ്ങനെ ഒരു ട്രേഡ് ചെയ്യുന്നത്. അതായത് ലോസ് വന്നാൽ അക്സെപ്റ്റ് ചെയ്യാം. അതായത് പ്രോഫിറ്റ് വന്നിട്ട് അത് പോയി കഴിഞ്ഞാലും അത് മിണ്ടാതെ അക്സെപ്റ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം പ്രോഫിറ്റ് വന്നു, എനിക്ക് ആ പ്രോഫിറ്റ് കാണണം എന്ന് പറഞ്ഞിട്ട് ട്രേഡ് എടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇനി മുതൽ നമുക്ക് മാക്സിമം നല്ല ട്രേഡ് എടുക്കുക. ചെറിയ ലോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ലോസിൽ മനസ്സിലുണ്ടാകും. ആ ലോസ് വന്നതിന് അക്സെപ്റ്റ് ചെയ്യുക, പോവുക, നിർത്തുക, അടുത്ത പരിപാടി നോക്കുക, വിടുക. അടുത്ത ട്രേഡ് കിട്ടുകയാണെങ്കിൽ ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കുക, നല്ല രീതിക്ക് പോവുക. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും മാക്സിമം ഒരു ദിവസം 3 ട്രേഡിലും ഒരിക്കലും കൂടാനും പാടില്ല. കുറച്ച് റൂൾസൊക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട് തന്നെ ഓൾറെഡി ഉള്ളതാണ്. ഞാൻ അതിനൊന്ന് മോഡിഫൈ ചെയ്ത് കുറേ പരീക്ഷണങ്ങളും കുറേ കാര്യങ്ങളും അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാതിരി ഞാൻ പഴയതേക്കിന് വന്നിരിക്കുകയാണ്. നമുക്ക് പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ കുറച്ച് കൂടുതൽ ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട് പരീക്ഷണങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ചെറിയ ലോസാണ്. നമുക്ക് നാളെ എന്തായാലും ഇത് തിരിച്ചു പിടിക്കാമെന്നല്ല, നാളെ നമുക്ക് വേറെ എൻട്രി കിട്ടുകയാണെങ്കിൽ എടുക്കാം, അത്രേ ഉള്ളൂ. ഇത് ഞാൻ പുതിയ ഇൻഡിക്കേറ്റേഴ്സ് നോർമലി ഞാൻ CPM 200 EMI ആണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ എല്ലാം കൂടി ഉള്ളൊരു ഇൻഡിക്കേറ്ററും പിന്നെ എക്സ്ട്രാ കുറച്ച്, അതായത് മന്ത്ലി ഹൈ, വീക്ക്ലി ഹൈ ആൻഡ് ലോ, പിന്നെ ക്ലോസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഉള്ളൊരു ഇൻഡിക്കേറ്റർ കിട്ടിയപ്പോൾ അതിനെ ഒരുമിച്ചിട്ടു, ഒറ്റ ഇൻഡിക്കേറ്ററാക്കി ഇട്ടു. ക്യാമറ പിവറ്റാണ്, ലെവൽസ് തന്നെയാണ്. നോർമലി നമ്മൾ വരയ്ക്കുന്ന കുറേ ലെവൽസ് തന്നെയാണ് അതിലുണ്ടാവും. ജസ്റ്റ് ഒരു കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനും നമുക്ക് കുറച്ചുകൂടെ എൻട്രി സാധ്യത കൂട്ടാനും വേണ്ടി ഞാൻ ഇത് ഇട്ടിട്ടുള്ളത്. നമ്മളെല്ലാം നോക്കിയിട്ടാണ്. പുതിയ പരീക്ഷണത്തിന് പുറത്ത് ഇതൊക്കെ തന്നെയാണ്. ഇത് പരീക്ഷണമല്ല, ഇത് നോർമലി നമ്മൾ ലെവൽസൊക്കെ വരയ്ക്കുന്ന പോലെ തന്നെയാണ് ഇത് ഈ ഒരു ഇൻഡിക്കേറ്റർ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ലെവൽസിൻ്റെ പകരം അത് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും. അതായത് നമ്മളിതിൽ നോട്ടിഫിക്കേഷൻ, അതായത് ഏതൊക്കെ ലെവൽസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ലെവൽസാണെന്ന് മനസ്സിലാവും. അതായത് പ്രീവിയസ് ഡേ, ഹൈ, ലോ, R1, R2, R3 എല്ലാം കാണിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഇന്നതാണെന്നൊക്കെ മനസ്സിലാക്കാൻ യൂസ് ആവും. അതിന് വേണ്ടിയിട്ടതാണ്. ജസ്റ്റ് എന്തായാലും നല്ല ലെവൽസാണ്, നല്ലൊരു ഇൻഡിക്കേറ്ററാണ്, കുഴപ്പമില്ലാത്ത ഇൻഡിക്കേറ്ററാണ്. എന്തായാലും നമുക്കെന്തായാലും ഇനി മുതൽ നമ്മൾ ഈ ഇൻഡിക്കേറ്ററായിട്ടും തുടരുക. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ട്രേഡ് നമ്മളെന്തായാലും ചെറിയ ലോസ് ബുക്ക് ചെയ്തേക്കാണ്. നല്ല സാറ്റിസ്ഫൈഡ് ആയ ട്രേഡായിരുന്നു. നമുക്ക് എന്തായാലും നാളെ ട്രേഡ് എടുക്കാം. നാളെ മിഡ് ക്യാപ്പ് ആൻഡ് ബാങ്ക് സെൻസെക്സ് എക്സ്പയറി ആണ്. മൺഡേ ലീവാണ്. അപ്പോൾ നാളെയാണ് എൻ്റെ എക്സ്പയറി. നമുക്ക് നാളെ ട്രേഡ് എടുത്ത് നല്ല പ്രോഫിറ്റ് ആക്കാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.